നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കൂരാലിയിൽ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് തുറന്നു. വിലക്കയറ്റത്തിൽ ജനങ്ങൾക്ക് ആശ്വാസമാകുന്നത് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് കോട്ടയത്ത് തുടക്കം. പോലീസ് സേന സർക്കാരിന്റെ മുഖമെന്ന് മന്ത്രി GR അനിൽ. പൊതുസമ്മേളനം തിങ്കളാഴ്ച. മള്ളിയൂർ ശ്രീ ഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ആഘോഷത്തിന് ഞായറാഴ്ച കൊടിയേറും. 1,08,000 തേങ്ങയുടെ മഹാഗണപതി ഹോമം. വിനായക ചതുർത്ഥി ശനിയാഴ്ച. വാർത്തകൾ വിശദമായി. വിലക്കയറ്റം രൂക്ഷമാകുമ്പോൾ ജനങ്ങൾക്ക് ആശ്വാസമാകുന്ന സ്ഥാപനമാണ് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. പൊൻകുന്നം കൂരാലിയിൽ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എലിക്കുളം പഞ്ചായത്തിലെ കൂരാലിയിൽ പ്രവർത്തിച്ചിരുന്ന സപ്ലൈകോ മാവേലി സ്റ്റോർ സൂപ്പർ മാർക്കറ്റായി ഉയർത്തി. മാണി സി കാപ്പൻ MLA അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഭക്ഷ്യപൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിലക്കയറ്റം രൂക്ഷമാകുമ്പോൾ ജനങ്ങൾക്ക് ആശ്വാസമാകുന്ന സ്ഥാപനമാണ് സപ്ലൈകോയുടെ സൂപ്പർ മാർക്കറ്റുകളെന്ന് മന്ത്രി GR അനിൽ പറഞ്ഞു. മാവേലി സ്റ്റോറുകൾ സൂപ്പർ മാർക്കറ്റുകളായി ഉയർത്തും. സർക്കാരിന്റെ സാമ്പത്തിക മാന്ദ്യം സപ്ലൈകോയുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചെങ്കിലും ഓണക്കാലത്തോടെ ഇതിന് മാറ്റം വരുമെന്നാണ് കരുതുന്നത് െന്നും മന്ത്രി പറഞ്ഞു. സർക്കാരിന്റെ ചില സാമ്പത്തിക പ്രയാസങ്ങൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെയും പ്രവർത്തനങ്ങളിൽ കുറച്ച് ബാധിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ആ പ്രയാസങ്ങൾ ഓണത്തോടൊപ്പം മാറ്റിയെടുക്കാനുള്ള നല്ല ഇടപെടലാണ് സപ്ലൈകോ മാനേജ്മെന്റും ഗവൺമെന്റും ഒരുമിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എലിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മിച്ചൻ ഈറ്റത്തോട് ആദ്യ വിൽപ്പന നിർവഹിച്ചു. ജെസി ഷാജൻ, NK രാധാകൃഷ്ണൻ, സൂര്യമോൾ, S ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു. നിത്യോപയോഗ സാധനങ്ങളും ശബരി ഉൽപ്പന്നങ്ങളും പ്രമുഖ കമ്പനികളുടെ നോൺ മാവേലി സാധനങ്ങളും ന്യായവിലയ്ക്ക് ഇവിടെ ലഭിക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് കോട്ടയത്ത് തുടക്കം. സർക്കാരിന്റെ മുഖമാണ് പോലീസ് വകുപ്പെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ഭക്ഷ്യമന്ത്രി GR അനിൽ പറഞ്ഞു. കേരള പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം കോട്ടയത്ത് തുടങ്ങി. ഈരയിൽ കടവ് ആൻസ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലാണ് 37ാമത് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. സെപ്റ്റംബർ 2 വരെ നടക്കുന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ നിർവഹിച്ചു. സർക്കാരിന്റെ മുഖമാണ് പോലീസ് വകുപ്പെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. പോലീസിന്റെ അവകാശങ്ങൾക്കൊപ്പം കടമകളും നാം തിരിച്ചറിയേണ്ടതുണ്ട്. മികച്ച രീതിയിൽ പ്രവർത്തിച്ചാലും ചെറിയ വീഴ്ച പോലും ജനങ്ങൾ അംഗീകരിക്കില്ല എന്ന സത്യം പോലീസ് സേന മനസ്സിലാക്കണമെന്നും മന്ത്രി പറഞ്ഞു. തെറ്റായ വഴികളിലൂടെ പോലീസ് സഞ്ചരിച്ചാൽ അവരെ ശ്രദ്ധാപൂർവം തിരുത്താനും കഴിയണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഒരു തെറ്റായ വഴികളിലൂടെ സഞ്ചരിച്ചാൽ അത് മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക മാത്രമല്ല, ജനങ്ങൾ അത് പൊറുക്കുന്ന ഒന്നായിരിക്കില്ല. അതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധാപൂർവമായി നമുക്കിടയിൽ തെറ്റായ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഏതെങ്കിലും ഒരു പോലീസ് അംഗമുണ്ടെങ്കിൽ അത് തിരുത്തിക്കാൻ ആവശ്യമായ നടപടി നമുക്ക് കൂടുതൽ ഗൗരവമായി ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞായറാഴ്ച വൈകിട്ട് നേതൃസംഗമവും യാത്രയയപ്പും നടക്കും. മന്ത്രി J. ചിഞ്ചുറാണി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തിങ്കളാഴ്ച വൈകിട്ട് നടക്കുന്ന പ്രതിനിധി സമ്മേളനം മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി മഹോത്സവം സെപ്റ്റംബർ 1 കൊടിയേറി 8 ആറാട്ടോടെ സമാപിക്കും. 1-ാം തീയതി രാവിലെ 10:30 തന്ത്രി മനയത്താറ്റില്ലത്ത് ആര്യൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ്. 7-ാം തീയതിയാണ് വിനായക ചതുർത്ഥി. മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ വിനായക ചതുർത്ഥി ആഘോഷങ്ങൾക്ക് ഞായറാഴ്ച തുടക്കമാകും. സെപ്റ്റംബർ 7-നാണ് വിനായക ചതുർത്ഥി ഉത്സവം. ഗണപതി മുഖ്യപ്രതിഷ്ഠയായിരുന്ന ക്ഷേത്രത്തിൽ ഭാഗവതഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ ഭക്തിയുടെയും ഉപാസനയുടെയും ഫലമായി മഹാഗണപതിക്കൊപ്പം ഉണ്ണിക്കണ്ണന്റെയും സാന്നിധ്യം ഉണ്ടായി. ഇതോടെ ഉണ്ണിക്കണ്ണനെ മടിയിലിരുത്തിയ മഹാഗണപതി സങ്കല്പമാണ് മള്ളിയൂരിൽ ഉള്ളത്. വിനായക ചതുർത്ഥി ദിനത്തിൽ കേരളത്തിനകത്തും പുറത്തും നിന്നുമായി ആയിരങ്ങളാണ് മള്ളിയൂർ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. വിഘ്നേശ്വര പ്രീതിക്കായി 10,008 നാളികേരത്തിന്റെ മഹാഗണപതി ഹോമവും പ്രമുഖ ഗജശ്രേഷ്ഠന്മാർ അണിനിരക്കുന്ന ഗജപൂജയും വിനായക ചതുർത്ഥി ദിനത്തിലെ പ്രത്യേകതയാണ്. ഉത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി പറഞ്ഞു. നാളെ കൊടിയേറ്റോടുകൂടി ആരംഭിക്കുകയാണ്. 7-ാം തീയതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യദിനം വിനായക ചതുർത്ഥി.
അന്നേ ദിവസം 10,008 നാളികേരം കൊണ്ടുള്ള മഹാഗണപതി ഹോമം രാവിലെ 5 മണിയോടുകൂടി ആരംഭിക്കുന്നു. 11 മണിയോടുകൂടി ദർശനമാണ്. അതിനുശേഷം ഗജപൂജ, അനവധി മേളപ്രമാണിമാരുടെ മേളം നടക്കുന്നു. നാസര കച്ചേരി എന്ന് വേണ്ട സംഗീതാരാധന, പഞ്ചരത്ന കീർത്തനാലാപനം, എല്ലാം കൊണ്ടും വളരെ വലിയൊരു ചടങ്ങുകളാണ് ഈ ഞായറാഴ്ച ദിവസം ഈ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നത്. സെപ്റ്റംബർ 1 ഞായറാഴ്ച രാവിലെ 10:30 തന്ത്രി മനയത്താറ്റില്ലത്ത് ആര്യൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് ചടങ്ങുകൾ നടക്കും. ഉത്സവ ദിനങ്ങളിൽ രാവിലെ നിർമ്മാല്യ ദർശനം, ഉഷപൂജ, മുളപൂജ, ഗണപതി ഹോമം, ശ്രീബലി എഴുന്നള്ളത്ത്, ഉച്ചയ്ക്ക് ഉത്സവബലി ദർശനം, മുളപൂജ, അത്താഴപൂജ, രാത്രി 9:30 വിളക്ക് എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. വിനായക ചതുർത്ഥി ദിനമായ 7-ാം തീയതി രാവിലെ 5:30 10,008 നാളികേരം മഹാഗണപതി ഹോമം ആരംഭിക്കും. രാവിലെ 8-ന് വിശേഷാൽ നവക പഞ്ചഗവ്യം അഭിഷേകം, പ്രശസ്ത കർണാടക സംഗീതജ്ഞർ പങ്കെടുക്കുന്ന പഞ്ചരത്ന കീർത്തനാലാപനം, തുടർന്ന് പഞ്ചവാദ്യവും 11-ന് മഹാഗണപതി ഹോമം ദർശനവും നടക്കും. 12-ൽ പരം പ്രമുഖ ഗജവീരന്മാർ പങ്കെടുക്കുന്ന ഗജപൂജ, ആനയൂട്ട് എന്നിവ ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കും. 8-ാം തീയതി ഞായറാഴ്ച ആറാട്ട് സദ്യ എന്നിവയോടെ ഉത്സവ ചടങ്ങുകൾ സമാപിക്കും. ഉത്സവ ദിനങ്ങളിൽ ഗണേശ മണ്ഡപത്തിൽ വിവിധ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഇ.പി. ജയരാജനെ LDF കൺവീനർ സ്ഥാനത്തു നിന്നും നീക്കിയത് ഏതെങ്കിലും ആരോപണത്തിന്റെ പേരിലല്ലെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ. പുതിയ ആളുകളെ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് സ്ഥാനചലനം. മുകേഷ് MLA-യുടെ കാര്യത്തിൽ CPI നിലപാട് വ്യക്തമാക്കുമെന്നും GR അനിൽ കോട്ടയത്ത് പറഞ്ഞു. കാലാകാലങ്ങളിൽ LDF ആലോചിച്ചിട്ട് നേതൃനിരയിലേക്ക് ആരെയാണോ നിശ്ചയിക്കുന്നത് അല്ലാതെ എന്തെങ്കിലും ഒരു ആരോപണത്തിന്റെയോ ആക്ഷേപത്തിന്റെയോ പേരിലാണെന്ന് അപ്പോൾ EP മാറ്റുന്നതിന് മറ്റു കാരണങ്ങളൊന്നുമില്ല, മറ്റൊരാളെ കൊണ്ടുവരുന്നതിന് EP മാറ്റി. അതെ, സ്വാഭാവികമായിട്ട് ഓരോ ഘട്ടങ്ങളിൽ അതത് കക്ഷികൾ അതത് മുന്നണി ചർച്ച ചെയ്തിട്ടാണ് ലീഡർഷിപ്പ് തീരുമാനിക്കുന്നത്. അങ്ങനെയല്ലാതെ വേറൊരു രീതി ഞാൻ കാണുന്നില്ല. അതായത് മുന്നണിയെ നയിക്കാൻ EP ജയരാജൻ എന്ന വ്യക്തി പോരാ എന്ന് പാർട്ടിക്ക് തോന്നുന്നു. ഞാനതിനെക്കുറിച്ച് കമന്റ് ചെയ്യുന്നില്ല. ശ്രുതിയുടെ ആഗ്രഹം സഫലമാക്കി ഭിന്നശേഷി ക്ഷേമ സംഘടനയായ സക്ഷമയും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും. ചിറക്കടവ് സ്വദേശിനിയായ ശ്രുതിയുടെ ആഗ്രഹമായിരുന്നു അടച്ചുറപ്പുള്ള വീട്. ജീർണാവസ്ഥയിലായിരുന്ന വീട് പുതുക്കി പണിത് നൽകി. ശ്രുതിക്ക് ഇനി ചോർന്നൊലിക്കാത്ത വീട്ടിൽ കഴിയാം. ഭിന്നശേഷി ക്ഷേമ സംഘടനയായ സക്ഷമയുടെ നേതൃത്വത്തിൽ ശ്രുതിക്ക് വീട് നവീകരിച്ചു നൽകി. ചിറക്കടവ് ഭാഗത്ത് താമസിക്കുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളി അരുവിക്കൽ രവീന്ദ്രൻ പിള്ളയുടെ മകൾ ശ്രുതി സെറിബ്രൽ പൾസി മൂലം ചലനശേഷിയില്ലാതെ വർഷങ്ങളായി കിടപ്പിലാണ്. നാളുകളായി ജീർണാവസ്ഥയിലായ വീട്ടിലാണ് ശ്രുതിയും അച്ഛനും അമ്മയും 2 സഹോദരങ്ങളും ഉൾപ്പെടുന്ന കുടുംബം കഴിഞ്ഞിരുന്നത്. സക്ഷമയുടെ പ്രവർത്തകർ ശ്രുതിയെ സന്ദർശിക്കാൻ എത്തിയപ്പോഴാണ് വീടിന്റെ പരിതാപകരമായ സ്ഥിതി കണ്ടത്. ശ്രുതിയുടെ ആഗ്രഹപ്രകാരം സക്ഷമയുടെ പ്രവർത്തകർ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ നൽകിയ 1 ലക്ഷം രൂപയും സക്ഷമ സ്വരൂപിച്ച് 2 ലക്ഷം രൂപയും ചേർത്ത് വീട് പുനരുദ്ധരിച്ചു. സക്ഷമയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്ന സംഘടനാ സെക്രട്ടറി VV പ്രദീപ് നവീകരിച്ച ഭവനത്തിന്റെ താക്കോൽ ശ്രുതിക്ക് കൈമാറി. ചടങ്ങിൽ സേവാഭാരതി ജില്ലാ സെക്രട്ടറി KG രാജേഷ്, സക്ഷമ ജില്ലാ അധ്യക്ഷൻ B ഗോപാലകൃഷ്ണൻ, താലൂക്ക് പ്രസിഡന്റ് സ്വപ്ന ശ്രീരാജ്, സെക്രട്ടറി ബിജു എന്നിവർ പങ്കെടുത്തു. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ രവീന്ദ്രൻ നായർക്ക് ശ്രുതിയെ കൂടാതെ ഒരു മകനും മകളുമുണ്ട്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാമ്പാടി ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രത്തിൽ മോഷണ ശ്രമം. കാണിക്കവഞ്ചി കുത്തിത്തുറക്കാൻ ശ്രമിച്ചയാളുടെ ദൃശ്യങ്ങൾ ക്ഷേത്രത്തിലെ CCTV-യിൽ പതിഞ്ഞു. പാമ്പാടി ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രത്തിൽ മോഷണ ശ്രമം. വെള്ളിയാഴ്ച പുലർച്ചെ 2:30-യോടെയായിരുന്നു സംഭവം. പുരാതനമായ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതിനിടെയാണ് മോഷണ ശ്രമം. കാവിമുഖം മൂടി ധരിച്ച് കാവിമുണ്ടുടുത്തിയാൾ കാണിക്കവഞ്ചി കുത്തിത്തുറക്കാൻ ശ്രമിച്ചതായി CCTV ദൃശ്യങ്ങളിൽ ലഭിച്ചിട്ടുണ്ട്. പാമ്പാടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. ബന്ധുവായ വയോധികയെ പറ്റിച്ച് മൊബൈൽ ഫോൺ വഴി ബാങ്ക് അക്കൗണ്ടിലെ പണം തട്ടിയ കേസിൽ തമിഴ്നാട് സ്വദേശികളായ 3 പേർ കാഞ്ഞിരപ്പള്ളിയിൽ അറസ്റ്റിലായി. തമിഴ്നാട് കാഞ്ചീപുരം സ്വദേശികളായ R മുരുകേഷ്, അംബിക ചന്ദ്രശേഖർ, രാജി രമേശ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരുടെ ബന്ധുവായ ചിറക്കടവ് സ്വദേശിനിയായ വയോധികയുടെ വീട്ടിൽ താമസിക്കാനെത്തിയ ശേഷം മൊബൈൽ ഫോൺ കൈക്കലാക്കിയ ശേഷം അക്കൗണ്ടിലുണ്ടായിരുന്ന 1 ലക്ഷത്തിലധികം രൂപ പ്രതികളുടെ തമിഴ്നാട്ടിലെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു.
കൂടാതെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 36,000 രൂപയും മൊബൈൽ ഫോണും മോഷ്ടിച്ചു. വയോധികയുടെ പരാതിയെ തുടർന്ന് പൊൻകുന്നം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ പുതുതായി ഏർപ്പെടുത്തിയ ICU വെന്റിലേറ്റർ ചാർജുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സമരം ശക്തമാകുന്നു. ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിലേക്ക് പ്രകടനവും പ്രതിഷേധ ധർണയും നടത്തി. കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വികസന സമിതി ഏർപ്പെടുത്തിയ ICU വെന്റിലേറ്റർ ചാർജുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി ഏറ്റുമാനൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെഡിക്കൽ കോളേജിന് മുന്നിലേക്ക് പ്രകടനവും പ്രതിഷേധ ധർണയും നടത്തി. ആം ആദ്മി പാർട്ടി ഏറ്റുമാനൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് കുര്യൻ പ്ലാപ്പറമ്പിൽ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. എല്ലാ പ്രതിപക്ഷ കക്ഷികളുടെയും അംഗങ്ങൾ ആശുപത്രി വികസന സമിതിയിൽ ഉണ്ടായിരിക്കെ ICUവിന് 500 രൂപയും വെന്റിലേറ്ററിന് 750 രൂപയും പ്രതിദിന വാടക നടപ്പിലാക്കിയത് അങ്ങേയറ്റം അപലപനീയമാണെന്ന് അഭിലാഷ് കുര്യൻ പറഞ്ഞു. പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങളുടെ അവസാനത്തെ ആശ്രയമാണ്, നിങ്ങളുടെ ലാസ്റ്റ് ബസ്സാണ് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത്. കേരളം തകർന്നുകൊണ്ടിരിക്കുകയാണെന്ന കാര്യത്തിൽ നിങ്ങൾക്കാർക്കും സംശയമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിലെ യുവജനതയെല്ലാം നാടുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പാവപ്പെട്ട ജനങ്ങളുടെ മക്കൾ മാത്രമാണ് ബാക്കിയായിട്ട് വരുന്നത്. അവർക്ക് കോടികൾ ലക്ഷങ്ങൾ മുടക്കി പുറത്തേക്ക് മക്കളെ വിടാൻ സാധിക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ഒരു ഗവൺമെന്റാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ചെരിപ്പൂരി തള്ളിക്കൊണ്ട് ആം ആദ്മി പാർട്ടിയെ മനസ്സാവരിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ആം ആദ്മി പാർട്ടി മുൻ ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് ഉബൈദ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ട്രഷറർ ശ്രീ സണ്ണി KC, നിയോജക മണ്ഡലം സെക്രട്ടറി ശ്രീ സജി ഇരുപ്പുമല, ജില്ലാ കൗൺസിൽ അംഗം ശ്രീ ചാക്കോ പയ്യനാടൻ, വനിതാ വിഭാഗം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഫാത്തിമ, നിയോജക മണ്ഡലം ഭാരവാഹികളായ ജോയി ചാക്കോ മുട്ടത്തുപറമ്പിൽ, PJ ജോസഫ്, തോമസ് MVM, ആം ആദ്മി പ്രചരണ സംഘ സെക്രട്ടറി ജോസഫ് സെബാസ്റ്റ്യൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാപ്പ കേസിൽ ഉൾപ്പെട്ട് കോട്ടയം ജില്ലയിൽ നിന്നും നാടുകടത്തിയ പ്രതിയെ എരമനല്ലൂരിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. തിരുവഞ്ചൂർ പ്ലാങ്കുഴിയിൽ ജയകൃഷ്ണനാണ് കൊല്ലപ്പെട്ടത്. എരമനല്ലൂർ കിഴക്ക് ഭാഗത്ത് പ്രവർത്തിക്കുന്ന പൊറോട്ട കമ്പനിയോട് ചേർന്ന് ജീവനക്കാർ താമസിക്കുന്ന മുറിയിലായിരുന്നു മൃതദേഹം. കൊലപാതക വിവരം പുറത്തറിഞ്ഞപ്പോഴേക്കും ഒപ്പമുണ്ടായിരുന്ന സഹായി രക്ഷപ്പെട്ടിരുന്നു. പോലീസ് അന്വേഷണം തുടങ്ങി. പൊൻകുന്നം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ദ ലൈറ്റ് ഹൌസ് എന്ന പേരിൽ തുറന്ന പുസ്തകശാല ആരംഭിക്കുന്നു. പുസ്തകശാലയുടെ സമർപ്പണം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:30 ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് സ്കൂൾ അസംബ്ലി ഹാളിൽ നിർവഹിക്കും. തുടർന്ന് വായനയ്ക്കൊരു ആമുഖം സിംപോസിയവും നടക്കും. പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ലാലം പഴയപള്ളിയിൽ 8 നോമ്പ് തിരുനാളിന് തുടക്കമായി. തിരുനാൾ ദിവസങ്ങളിലെല്ലാം വൈകുന്നേരം 6 മണിക്ക് ജപമാല പ്രദക്ഷിണം ഉണ്ടായിരിക്കും. പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ലാലം പഴയപള്ളിയിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ 8 നോമ്പ് തിരുനാളിനും 413ാമത് കല്ലിട്ട തിരുനാളിനും കൊടിയേറി. സെപ്റ്റംബർ 8 വരെയാണ് തിരുനാൾ. വികാരി ഫാദർ ജോസഫ് തടത്തിൽ കൊടിയേറ്റി. ഫാദർ ജോസഫ് ആലഞ്ചേരിൽ, അസിസ്റ്റന്റ് വികാരിമാരായ റവറന്റ് ഫാദർ സ്കറിയ മേനാമ്പറമ്പിൽ, റവറന്റ് ഫാദർ ആന്റണി നങ്ങാപ്പറമ്പിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. തിരുനാൾ ദിനങ്ങളിൽ രാവിലെ 5:30, 7, 9:30, വൈകുന്നേരം 4:30, 7 മണി എന്നീ സമയങ്ങളിൽ വിശുദ്ധ കുർബാനയും നൊവേനയും ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്ക് ജപമാല പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. ന്യൂസ് ബ്യൂറോ, പാലാ. മഴക്കുഴിയും കയ്യാലയും മാത്രമല്ല, മനോഹരമായ ഉദ്യാനവും ഒരുക്കും പാലാ മീനച്ചിൽ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ. മീനച്ചിൽ പഞ്ചായത്തിൽ 7ാം വാർഡിൽ നിന്നും പൂക്കൾ പോലെ മനോഹരമായ ഒരു തൊഴിലുറപ്പ് കഥ. മീനച്ചിൽ പഞ്ചായത്തിലെ 7ാം വാർഡിലുള്ള റോസ് ഗാർഡൻ എന്ന സ്ഥലത്തെത്തിയാൽ 1000-ൽ പരം ചെണ്ടുമല്ലിച്ചെടികൾ പൂവിട്ട് വിരിഞ്ഞ മഞ്ഞ വസന്തം കാണാം. നയനാനന്ദകരമായ ഈ കാഴ്ചയ്ക്ക് പിന്നിൽ 25-ൽ പരം തൊഴിലുറപ്പ് തൊഴിലാളികളായ സഹോദരിമാരുടെ കഠിനാധ്വാനത്തിന്റെ കഥയുണ്ട്. 20 സെന്റ് സ്ഥലത്താണ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പൂന്തോട്ടം. കോട്ടയം ജില്ലയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ നേരിട്ട് കൃഷി ചെയ്ത് ആരംഭിച്ച ആദ്യ പൂന്തോട്ടമാണിത്. മീനച്ചിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സജോ പൂവത്താനിയുടെയും മെമ്പർ സോജൻ തൊടുകയുടെയും മനസ്സിൽ ഉദിച്ച ആശയത്തിന് തൊഴിലുറപ്പ് തൊഴിലാളികൾ പൂക്കളുടെ പുഞ്ചിരി വിടർത്തുകയായിരുന്നു. കൃഷിഭവനും മീനച്ചിൽ പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ടാണ് പല കുടുംബശ്രീകളിൽപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികളെ ഒന്നിച്ചുകൂട്ടി ചെണ്ടുമല്ലിപ്പൂ കൃഷി ആരംഭിച്ചത്. 1250 ചുവട് ചെണ്ടുമല്ലികൾ കഴിഞ്ഞ ജൂണിലാണ് നട്ടത്. ഒരാഴ്ച മുമ്പ് മുതൽ മനോഹരമായ പൂക്കൾ ഉദ്യാനത്തിൽ വിടർന്നു തുടങ്ങി. ഇതിനോടകം 65 കിലോ പൂക്കൾ വിറ്റുകഴിഞ്ഞു. തങ്ങൾക്ക് ഏറെ സംതൃപ്തി നൽകുന്നതാണ് ഈ പൂക്കൃഷിയെന്ന് തൊഴിലാളികൾ പറയുന്നു. മീനച്ചിൽ പഞ്ചായത്തിലെ 7ാം വാർഡാണ് ഞങ്ങളിത്. 7ാം വാർഡിൽ ഇങ്ങനെ ഒരു സംരംഭം ഞങ്ങൾക്ക് ഇത് ആരംഭിച്ചത് തന്നെ പഞ്ചായത്തിലെ പ്രസിഡന്റ് സാജോ പൂവത്താനിയും ഞങ്ങളുടെ തൊഴിലുറപ്പിലെ
മെമ്പറും 7-ാം വാർഡിലെ ഞങ്ങളുടെ മെമ്പറും പിന്നെ സോജനാണ് ഞങ്ങളുടെ മെമ്പർ. അതില്ലാണ്ട് പറഞ്ഞു തന്നിട്ടാണ് ഞങ്ങളിങ്ങനെ ഒരു സംരംഭം തുടങ്ങിയത്. തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തിയാണ് ഞങ്ങളിത് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ ഇത് ഞങ്ങളുടെ ഒരു 10-26 പേരുടെ പ്രയത്നമാണ് ഇത്രയും ഭംഗിയായിട്ട് ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത്. അവരുടെ നല്ല സപ്പോർട്ട് ഞങ്ങൾക്കുണ്ടായിരുന്നു. പഞ്ചായത്തിലെ നല്ല സപ്പോർട്ട് ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങളുടെ തൊഴിലുറപ്പിലെ അനിത മേഡവും ഞങ്ങളുടെ സാറും പ്രസിഡൻറ്റും എല്ലാവരും കൂടിയാണ് ഞങ്ങൾക്ക് ഇത്ര, പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ പ്രയത്നമാണ് ഇത് നല്ല രീതിയിൽ ഇങ്ങനെ ആയി. ഈ സംരംഭം ഞങ്ങൾക്ക് വിജയിച്ചതായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് നല്ല രീതിയിലാണ്. അവരുടെ സപ്പോർട്ടും നല്ലൊരു കൃഷിഭവനിലെ സാറിൻ്റെ സപ്പോർട്ട് എല്ലാം ഉണ്ട്. രമ്യ സൈജു, സാലമ മാത്യു, ലീല ബാബു, മേഴ്സി ജെയിംസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പൂന്തോട്ട പ്രവർത്തനം. 35 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള തൊഴിലാളികളുടെ നിരന്തര പരിശ്രമമാണ് ഇപ്പോൾ പൂത്തുവിടർന്നിട്ടുള്ളത്. മീനച്ചിൽ കൃഷി ഓഫീസർ അഖിൽ രാജു, പഞ്ചായത്തിലെ തൊഴിലുറപ്പ് വിഭാഗം ജീവനക്കാരായ അനിത, സെബിൻ എന്നിവരും തൊഴിലാളികൾക്ക് എപ്പോഴും പിന്തുണയുമായുമുണ്ട്. വിപണി വിലയേക്കാൾ വളരെ വില കുറച്ചാണ് ഇവർ പൂക്കൾ വിൽക്കുന്നത്. റീൽസിനും ഫോട്ടോഷൂട്ടിനും സേവ് ദ ഡേറ്റ് ചിത്രീകരണത്തിനുമൊക്കെ തങ്ങളുടെ പൂന്തോട്ടം വിട്ടുകൊടുക്കാനും തൊഴിലുറപ്പ് തൊഴിലാളികൾ തയ്യാറാണ്. ഇതിനോടകം നിരവധി പ്രണയ ജോഡികളും ഇവിടെ പൂത്തുലഞ്ഞ പ്രേമം പടർത്താൻ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു കഴിഞ്ഞു. ഫോട്ടോഷൂട്ടിന് ആഗ്രഹിക്കുന്നവരും പൂക്കൾ ആഗ്രഹമുള്ളവരും 9497 389127 96564238 9656423987 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെട്ടാൽ മതി. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്: പാലാ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ്ങിൽ ഇംഗ്ലീഷ് അധ്യാപികയുടെ താൽക്കാലിക ഒഴിവുണ്ട്. ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം. യോഗ്യത: ഇംഗ്ലീഷിൽ 50% മാർക്കിൽ കുറയാത്ത ബിരുദാനന്തര ബിരുദം. B.Ed സെറ്റ്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സെപ്റ്റംബർ 4 രാവിലെ 10:30 സ്കൂളിൽ നടത്തുന്ന അഭിമുഖത്തിന് പങ്കെടുക്കണം. പാലാ ഗവൺമെന്റ് പോളിടെക്നിക്കൽ കോളേജിൽ 2024-25 അധ്യയന വർഷത്തിലേക്ക് വർക്കിംഗ് പ്രൊഫഷണലുകൾക്കുള്ള ലാറ്ററൽ എൻട്രി ഡിപ്ലോമ കോഴ്സുകളിലേക്ക് സെപ്റ്റംബർ 2 അഡ്മിഷൻ നടത്തും. റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട അപേക്ഷകർ രാവിലെ 9 പാലാ പോളിടെക്നിക് കോളേജിലെത്തണം. കോട്ടയം CPASന് കീഴിൽ പ്രവർത്തിക്കുന്ന പുല്ലരിക്കുന്ന് സ്കൂൾ ഓഫ് ടെക്നോളജി ആൻഡ് അപ്ലൈഡ് സയൻസിൽ MScക്ക് ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. വിവരങ്ങൾക്ക് ഫോൺ 9446404014. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൂരാലിയിൽ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് തുറന്നു. വിലക്കയറ്റത്തിൽ ജനങ്ങൾക്ക് ആശ്വാസമാകുന്നത് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് കോട്ടയത്ത് തുടക്കം. പോലീസ് സേന സർക്കാരിന്റെ മുഖമെന്ന മന്ത്രി GR അനിൽ. പൊതുസമ്മേളനം തിങ്കളാഴ്ച. മള്ളിയൂർ ശ്രീ ഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ആഘോഷത്തിന് ഞായറാഴ്ച കൊടിയേറും. 1,08,000 തേങ്ങയുടെ മഹാഗണപതി ഹോമം. വിനായക ചതുർത്ഥി ശനിയാഴ്ച. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.